ഞങ്ങള് ഖത്തറിന് എന്ത് ചെയ്തു, ഡോണർ ഇസ്താംബുൾ പറഞ്ഞ ഒരു കടയിൽ കയറി. അവിടുന്ന് അലീനാസിക്ക് പറഞ്ഞ ഒരു ഭക്ഷണമുണ്ട്, സെയിം ഭക്ഷണം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹം, ഇത് നാട്ടിൽ കൊടുത്തിട്ട് എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം. ഞാൻ ഒരു ഫുഡ് ഐറ്റംസും നാട്ടിൽ കൊണ്ടുവരാത്ത ആളാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കണക്കൂട്ടി, ഒരു 6 മണിക്കൂർ വരെ വലിയ സീനില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു 10 മണിക്ക് എയർപോർട്ട് കയറി കഴിഞ്ഞാൽ, ഒരു 9:00 കയറി കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റ് ഇവിടെ എത്താറ് 3 മണി ആ ടൈമിലൊക്കെ ഇനി നമുക്ക് അറൈവൽ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ കറക്റ്റ് ഫുഡ് ഇവിടെ എത്തി നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നേരെ ചൂടാക്കിയിട്ട് കഴിക്കാൻ തന്നെ പറഞ്ഞു. രാവിലെ അല്ല, വൈകുന്നേരം. ഞങ്ങൾ രാത്രി എത്തേണ്ട ആൾക്കാരേ അല്ല. അപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട എക്സ്പ്രസ്, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ത് ചെയ്തു, കൊട്ടിപ്പടഞ്ഞ് ഫ്ലൈറ്റ് 8:30 എയർപോർട്ട് കയറണം പറഞ്ഞിട്ട്, അല്ല 9 മണിക്ക് എയർപോർട്ട് കയറണം പറഞ്ഞിട്ട് എടുത്ത് മുംബൈന്ന്. അപ്പം 5:30 മണിക്കാണ് ഞാൻ കിടക്കണത്. 9 മണിക്ക് 9:30 എയർപോർട്ട് കയറുന്നുണ്ട്. 5 മിനിറ്റുള്ള നമ്മുടെ എയർപോർട്ടിക്ക്. ഞങ്ങൾ എന്ത് ചെയ്തു, ചാടി പഠിച്ച 8:45 എണീറ്റ് സാധനങ്ങളൊക്കെ ഫുള്ള് പാക്ക് ചെയ്തു. ഇവലാരൊക്കെയോ കുളിച്ചാതൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഫുള്ള് പല്ലൊക്കെ തേച്ച് ഓടി ഡ്രസ്സൊക്കെ മാറ്റി അടിയിൽ ഇറങ്ങി സാധനമൊക്കെ ഇറങ്ങി എയർപോർട്ടിനോടെ ചെന്ന് നോക്കുമ്പോൾ ഫ്ലൈറ്റ് എപ്പോഴാണ് അറിയോ, 2 മണി പറഞ്ഞു. 2 മണിയായപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇതിൻ്റെ കയ്യിലുണ്ട്, ഒരു 2 മണിക്കൂർ ലേറ്റ് ആവും. ഇല്ല, പക്ഷെ ഇത് അങ്ങനെ തിന്നാൻ പറ്റില്ല. ദീക്ക് ആടാ ഞമ്മക്ക് തിന്നാൻ മതിയല്ലോ.